ഇന്നത്തെ വീഡിയോ ഞാൻ പാലുകാച്ചിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ദോശയും സാമ്പാറുമാണ്. പിന്നെ ഇന്നലെ പാലുകാച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെറോട്ടയും ചിക്കൻ കറിയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. സാമ്പാറും പെറോട്ടയും കോമ്പിനേഷൻ ഒന്ന് നോക്കട്ടെ. കൊള്ളാം. ഇനി പെറോട്ടയും ദോശയും ചിക്കൻ കറിയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഗോ. ഇത് മീൻ കട്ട് ചെയ്ത് പഠിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കിത് അറിഞ്ഞൂടെങ്കിൽ കണ്ടുപഠിച്ചോളൂ. ഞാൻ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന വീഡിയോ ഈ ദിവസങ്ങളിൽ എടുത്തതല്ല. ഈ ദിവസത്തെ ഫിഷ് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വേറൊരു വീഡിയോ എടുത്ത് ഇതിൽ കൂടെ ആഡ് ചെയ്തതാണ്. മീനും ഇതല്ല. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഈ ആട്ടിൻകൂട് വൃത്തിയാക്കിയിട്ട് വേണം ഇനി നെടുങ്കോട്ടുകോണത്ത് അമ്പലത്തിലെ അന്നദാനത്തിന് പോകാൻ. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ ഉള്ള ഏത്തപ്പഴം മൊത്തം ഷേക്ക് അടിച്ച് തീർക്കണം. ഞാനിപ്പോൾ നെടുങ്കോട്ടുകോണത്ത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ മുമ്പ് വേറൊരു കുടുംബമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം മുതൽ അതൊരു ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ട്രസ്റ്റാണ് ഈ ദിവസം തൊട്ട് നടത്തുന്നത്. 3 ദിവസത്തെ ഉത്സവമാണ്. അപ്പം ഇനി അന്നദാനത്തിന് പോവാം. അമ്പോ വെയിൽ, ഇത്രയും നേരം തണലുണ്ടായിരുന്നു. ഇനി ഈ തേരിയും കൂടെ കയറി പറ്റണം. പൊങ്കാല ഇട്ടവർ അന്നദാനം കഴിഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പോൾ എല്ലാ സാധനവും വാങ്ങിച്ചു. ആദ്യം ഇരുന്ന സ്ഥലത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് സ്ഥലം മാറിയിരുന്നു. രണ്ടാമത് പുളിശ്ശേരിയും പോയി വാങ്ങി. പാത്രം കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ ആയിരിക്കും. അപ്പോൾ ഇനി വീട്ടിലേക്കുള്ള യാത്ര. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നു. കൊച്ചു പിള്ളേരൊക്കെ എന്താ കളി! ഞാനിപ്പോഴും വല്ലപ്പോഴും 6ഓ 4ഓ അടിച്ചാലായി. പിന്നെ എനിക്ക് ഫുട്ബോളാണ് ഇഷ്ടം. ഇപ്പോൾ അതും കളിക്കാൻ പറ്റുന്നില്ല, കളിയുമില്ല. അതുകൊണ്ട് ഇവിടെ വരും. ഇനി കളിച്ചിട്ട് കല്യാണത്തിൻ്റെ ഒരു റിസപ്ഷൻ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകണം.
ബിരിയാണിക്കൊപ്പം ചിക്കൻ കറി, ഫ്രൈ, പിന്നെ ഫ്രൂട്ട്സ്. പപ്പടം മുമ്പേ ഞാൻ ഞവടി. ബിരിയാണി തിന്നേണ്ടതില്ല. റൊട്ടേഷൻ 360. അയ്യോ അതിൻ്റെ പോകണം. പൈസ വേണോ? വേണ്ടല്ലോ. എങ്ങനെയാണ് നിർബന്ധമില്ല. രണ്ടെണ്ണം എനിക്ക് ബൊഫയിൽ നിന്ന് വാങ്ങിക്കുന്ന വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ശ്രേയസ് വന്നപ്പോൾ അവൻ വാങ്ങിക്കുന്ന വീഡിയോ എടുത്തു. ഫ്രൈ തോന്നെ കിട്ടിയ കൊള്ളാല്ലേ. ഗ്രേവി എല്ലാം മാറി പറക്കി പോയി. അത് വേണ്ട, ഞാൻ ഇതുപോലെ എടുത്തോളൂ. ഇപ്പോൾ കണ്ണിയാത്ത വേണ്ടേ? അത് പിന്നെയാണ് ഫോർക്ക്. ചീറ്റി എങ്ങാനും നമ്മളിപ്പോൾ നെടുങ്കോട്ടോട് അമ്പലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റലുണ്ട്. ഇന്ന് അമ്മയുടെ തിരുവാതിര ഉണ്ട്. റിസപ്ഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. എല്ലാവരും പോകണം. ഞാൻ വിചാരിച്ചു പരിപാടി കഴിഞ്ഞു കാണുമെന്ന്, പക്ഷേ തുടങ്ങിയില്ല. എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു. ജിത്തു റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. കൈ വയ്യാതെയാണ് അമ്മ കളിക്കുന്നത്. എന്താവോ എന്തോ, കൈ അനങ്ങാതെ കളിക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് കൈ. എനിക്ക് സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 2-3 ആഴ്ച ആയതേ ഉള്ളൂ. ഇവിടുത്തെ കളിക്ക് 4 പേരെ വെച്ച് കളിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. അമ്മയുടെ പ്രശ്നം പോലെ തന്നെ ബാക്കിയുള്ളവർക്കും പല പ്രോബ്ലംസും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ വിളക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് പ്രസാദം കിട്ടി, പഴവും പായസവും. ഇരിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുവന്നു. ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു തിരുവാതിര. ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ കുട്ടികളുടെ പെർഫോമൻസ്. ലാസ്റ്റ് കൈകൊട്ടിക്കളി. ഇതോടുകൂടി ദേവി തിരുവാതിര സംഘം കലുങ്ക് ജംഗ്ഷൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, മഴ തുടങ്ങി. ഇനി വീട്ടിൽ എങ്ങനെ പോകും? കുട്ടികളുടെ 1-2 ഡാൻസ് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. മഴ തോരുന്നതനുസരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ടാറ്റ, സി യു ലേറ്റർ, ബൈ.